ഹലോ വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറായി വർക്ക് ചെയ്യുന്ന അരുൺധരം സാറാണ്. ബിടെക് പൂർത്തിയാക്കിയ ധാരാളം വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു ഗ്ലാമർ പോസ്റ്റാണ് IEO. ഇൻഡസ്ട്രീസ് മേഖലയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കിട്ടാവുന്ന ഒരു മികച്ച അവസരം തന്നെയാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെത്. അപ്പോൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നിലവിൽ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറായി വർക്ക് ചെയ്യുന്ന സാറിന്റെ അനുഭവ സമ്പത്ത് തീർച്ചയായും ഒരു ബ്രേക്ക് ത്രൂ തന്നെയായിരിക്കും. സാർ, വെൽക്കം ടു യുവർ സെഷൻ. ആദ്യം തന്നെ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി സാറിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് അരുൺ ദാനോ എന്നാണ്. ഞാൻ പഠിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ എംടെക്കും ബിടെക്കും പഠിച്ചത് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിലാണ്. പിന്നെ അതിനുശേഷം ഞാൻ ഒരു ടീച്ചിങ് പ്രൊഫഷനിലായിരുന്നു. ഇപ്പോൾ ഞാൻ പാലക്കാട് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. സാർ, അതുപോലെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിലേക്കുള്ള സാറിന്റെ ജേർണി എങ്ങനെയായിരുന്നു? ബിടെക് കംപ്ലീറ്റ് ആയ ശേഷം സാറിന് ഈ മേഖലയിൽ വർക്ക് ചെയ്യണം എന്നുള്ള തീവ്രമായ ആഗ്രഹം ഉണ്ടായിരുന്നു? ഞാൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം, കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ജോലിക്കായിട്ട് ഒരു ഫാക്കൽറ്റി ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചിങ് ആയിരുന്നു. അപ്പോൾ ആ സമയത്തിന് നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, കോർ മേഖലയിൽ നമ്മൾ പഠിച്ച സബ്ജക്റ്റിൽ ഒരു ജോലി വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് ഗവൺമെന്റ് സെക്ടറിൽ ജോലി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തോട്ടിലായിരുന്നു നമ്മൾ പല എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മൾ നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റുകൾ അങ്ങനെ പലതും അപ്പയർ ഉണ്ടായിരുന്നു. പിന്നീട് വാട്ടർ അതോറിറ്റിയിൽ ഞാൻ ഒരു ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു ഈ IEOയുടെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതും അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഏണസ്റ്റ് അക്കാഡമിയുടെ നോട്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സാർ, അതുപോലെ IEO എക്സാമിന്റെ സിലബസിൽ എഞ്ചിനീയറിംഗിലെ എല്ലാ ബ്രാഞ്ചസിൽ നിന്നുള്ള ടോപ്പിക്കുകൾ ഉൾപ്പെടുന്നതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും ആശങ്കയിലാണ് എങ്ങനെ അവരുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. ഈ എക്സാമിന് വേണ്ടിയുള്ള സാറിന്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു പറയാമോ? ഇതേ ഒരു കൺഫ്യൂഷൻ, ഒരു കൺസേൺ ഞങ്ങൾ പഠിച്ചു തുടങ്ങിയ സമയത്തും ഇതിന്റെ സിലബസ് നോക്കിയ സമയത്തും ആ സമയത്ത് പ്രിപ്പയർ ചെയ്യുന്ന എനിക്കുണ്ടായിരുന്നു. എല്ലാ ബ്രാഞ്ചുകളും പഠിക്കണം. പക്ഷെ അതൊരു കൺസേൺ ആയിട്ട് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. എനിക്കത് ഫീൽ ചെയ്തിട്ട് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നിങ്ങളുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ നടന്നിരിക്കുന്ന പല എക്സാംസും കോർ ആയിട്ടുള്ള സബ്ജക്റ്റിന്റെയാണ്. ഇപ്പോൾ മെക്കാനിക്കൽ ആണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ റിലേറ്റഡ് മാത്രമായിട്ടുള്ള എക്സാംസ് ആയിരിക്കും. സിവിൽ എഞ്ചിനീയറിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് മാത്രമായിട്ടുള്ള എക്സാംസ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആൾക്കാർ കംപ്ലീറ്റ് ആ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ടായിരിക്കും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നത് എല്ലാ സബ്ജക്റ്റിനെയും പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു ഈക്വൽ ലെവൽ പ്ലേ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. കാരണം എല്ലാവർക്കും കിട്ടാൻ പോകുന്ന ചാൻസ് ഒരേപോലെയാണ്, എല്ലാവരും കിട്ടാൻ പോകുന്ന ടൈം ഒരുപോലെയാണ്. മറ്റത് അങ്ങനെയല്ല, എല്ലാവരും ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരിക്കും ഇപ്പൊ തന്നെ ഈ ഒരു ലെവലില് കോർ സബ്ജക്റ്റുകളാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റുകൾ തന്നെയാണ് എല്ലാ സബ്ജക്റ്റുകളും. അതിന് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, നമ്മൾ കഴിഞ്ഞ തവണ അപ്പിയർ ചെയ്ത സമയത്ത് ഇപ്പോൾ ഇലക്ട്രിക്കല്, കമ്പ്യൂട്ടർ സയൻസ്, അതിലെ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ഡീപ്പായിരുന്നു. അപ്പൊ നമ്മൾ ആ ലെവലിൽ പ്രിപ്പയർ ചെയ്ത് പോയിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സാർ, പലർക്കും ഈ ജോലിയുടെ ജോബ് നേച്ചറിനെ കുറിച്ച് സംശയങ്ങളുണ്ട്. ഒരു IEOയുടെ ജോബ് റോളിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതുപോലെ വേരിയസ് ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള IEOയുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? ഒരു സിമ്പിൾ വേർഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ IEOയുടെ മെയിനായിട്ട് ജോബ് വരുന്നത് MSME സെക്ടറിൽ വരുന്ന ഇൻഡസ്ട്രീസിന്റെ പ്രൊമോട്ട് ചെയ്യുക. അതാണ് ഇതിന്റെ ഒരു സിമ്പിൾ ആയിട്ടൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ ജോബ് പ്രൊഫൈലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഒരു ഡെസ്ക് ജോബായിട്ട് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഫീൽഡിൽ കുറച്ച് വർക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് പുതിയൊരു ഇൻഡസ്ട്രി തുടങ്ങുന്ന ആൾക്കാർക്ക് പല പല ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ടാവും. അപ്പൊ അതെല്ലാം സോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ ചില സമയങ്ങളിൽ ഈ ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് ബാങ്കുകളായിട്ടൊക്കെ മീറ്റ് ചെയ്യേണ്ടി വരും. ഇവരെ ഇൻഡസ്ട്രീസ് നമുക്ക് പോയി കാണേണ്ടി വരും. അപ്പൊ നമുക്കൊരു എല്ലാ ദിവസവും ഒരു പുതിയ പുതിയ കാര്യങ്ങളാണ്. ഒരു മൊണോട്ടോണസ് ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് വരുന്നില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതാണ് മെയിനായിട്ട് നമ്മുടെ ജോബിന്റെ ഒരു പ്രൊഫൈലായിട്ട് പറയാൻ പറ്റുന്നത്. ഇപ്പൊ സാർ പറഞ്ഞ പോലെ ഓൺസൈറ്റ് ജോബാണ് കൂടുതലായിട്ടും, ഓൺസൈറ്റ് ആയിട്ടാണ് നമുക്ക് കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യേണ്ടി വരുന്നത്. അതുപോലെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ കൊളീഗ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് കൂടുതലും പൊതുജനങ്ങളായിട്ടുള്ള ഇന്ററാക്ഷൻസ് ആയിരിക്കും ഈ ജോബിൽ കൂടുതലായിട്ട് വരുന്നത്, അല്ലേ?
അതാണ് കൂടുതലും നമ്മൾ പുതിയ പുതിയ ആളുകളായിട്ടും പുതിയ പുതിയ കാര്യങ്ങളുമായിട്ടായിരിക്കും നമ്മൾ ഇന്ററാക്ട് ചെയ്ത് വരുന്നത്. കൂടുതലും ഓഫീസിലെ വർക്കും വരുന്നുണ്ട്, പക്ഷെ അത് ലിമിറ്റഡ് ആയിരിക്കും. സാർ, ഈ പോസ്റ്റിന്റെ പ്രൊമോഷൻ സാധ്യതയെ കുറിച്ച് ഒന്ന് പറയാമോ? അതുപോലെ IUI ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് അവരുടെ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻസ് നേടേണ്ടതായിട്ടുണ്ടോ? നമുക്ക് പ്രൊമോഷനായിട്ട് വരുന്ന നമ്മളിപ്പോൾ IO ആയിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വരുന്ന ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത് ADIO എന്ന് പറഞ്ഞ പോസ്റ്റാണ്. അതിനുശേഷം നമുക്ക് കിട്ടാൻ പോകുന്നത് പ്രൊമോഷൻ എന്ന് പറയുന്നത് മാനേജർ ലെവലുള്ള പോസ്റ്റാണ്. അതിനുശേഷം നമുക്ക് കിട്ടാൻ പോകുന്നത് ജനറൽ മാനേജർ ആയിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു പ്രൊമോഷൻ ജേർണി എന്ന് പറയുന്നത്. പിന്നെ ഇത് നമുക്ക് എന്തായാലും ഈ ഒരു ജോബിൽ നിൽക്കുന്ന സമയത്ത് പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. പുതിയൊരു ടെക്നോളജി വന്നിട്ടുണ്ട്, അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഇൻഡസ്ട്രി വരാം. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പ്രാക്ടിക്കലി എവിടെയെങ്കിലും നമുക്കത് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ യൂസ്ഫുൾ വരും. നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനും അത് നല്ലതാണ്. അല്ലാതെ വേറെ സ്പെഷ്യൽ ആയിട്ട് വേറെ ഒന്നും ഇല്ല. അതുപോലെ IOയുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ BTech ആണല്ലോ. അപ്പം ആ BTechല് പർട്ടിക്കുലർ ബ്രാഞ്ച് ഏതെങ്കിലും, ഫോർ എക്സാമ്പിൾ മെക്കാനിക്കൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് മുതലായ ബ്രാഞ്ചുകളൊക്കെ പൂർത്തിയാക്കിയവര് ഈ പോസ്റ്റ് ജോയിൻ ചെയ്താൽ അവരുടെ കരിയർ ഗ്രോത്തിന് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? അതായത് മെക്കാനിക്കലുകാർക്ക് പ്രത്യേക അഡ്വാൻറ്റേജസ്, കമ്പ്യൂട്ടർ സയൻസുകാർക്ക് പ്രത്യേക അഡ്വാൻറ്റേജസ്, അങ്ങനെ എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടോ സാർ? അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റുന്നില്ല, കാരണം നമ്മൾ എല്ലാ ഇൻഡസ്ട്രീസുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. മെക്കാനിക്കൽ റിലേറ്റഡ് ആയാലും നമ്മുടെ ഇലക്ട്രിക്കൽ ആയിട്ടായാലും ഈവൻ നമ്മുടെ ഇപ്പോൾ AI ഒക്കെ ഒത്തിരി വരുന്ന സമയമാണ്. ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഒരാൾക്കായാലും എല്ലാ ഇൻഡസ്ട്രീസും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനകത്തും എല്ലാ കാറ്റഗറി എല്ലാ സ്ട്രീംസും വരുന്നുണ്ട്, എല്ലാ ബ്രാഞ്ചിന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും ഏത് ബ്രാഞ്ചിനും ഇത് സ്യൂട്ടബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിന് ഒരു അഡ്വാൻറ്റേജ് അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല. ശരി, താങ്ക് യു സാറേ. ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി സാറിന് എന്താണ് പറയാനുള്ളത്? നമുക്ക് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ ബ്രാഞ്ചിനും വരുന്ന ഒരു, എല്ലാ ബ്രാഞ്ചിലുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നത്, എല്ലാ ബ്രാഞ്ചിന്റെയും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു ജോബ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഗ്ലാമർ ജോബാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിന്റെ ജോബ് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത് പലതരത്തിലുള്ള ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോബ് വൈസ് നോക്കുമ്പോൾ ഒരു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ജോബാണ്. പിന്നെ സാലറി സ്കെയിൽ നല്ലതാണ്, നല്ലൊരു ബേസിക് പാക്കേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഇതൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. പ്രിപ്പറേഷൻ നമ്മൾ അതനുസരിച്ച് കുറച്ചൊന്ന് ചെയ്യേണ്ടി വരും. നേരത്തെ പോലെ അല്ല, കഴിഞ്ഞ വർഷത്തെ നമുക്ക് നേരത്തെയുള്ള എക്സാംസ് പോലെ അല്ല, ഈ പാറ്റേൺ മാറി വരുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ടൈം നമ്മളൊക്കെ എഴുതുന്ന സമയത്ത് ബേസിക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ ഒരു രീതിയിൽ കറക്റ്റ് ആയിട്ട് നമ്മുടെ ടൈം മാനേജ് ചെയ്ത് പഠിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായി നമുക്ക് ഇതിനകത്ത് റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റും. ഞാനൊരു ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ആ എക്സാം വന്നിട്ട് ആ സമയത്ത് എനിക്ക് ഏകദേശം ഒരു 5-4 months ആണ് സമയം കിട്ടിയത്. അപ്പൊ ആ ഒരു ടൈം സ്പാനിൽ നമുക്ക് പഠിച്ച് വരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് പഠിച്ച് ഇങ്ങനെ വരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. പിന്നെ ഓഫ് കോഴ്സ് ഇപ്പൊ നമുക്ക് ഈ ഒരു എനിക്കൊരു പ്രോബ്ലം ആയിട്ട് അനുഭവപ്പെട്ടത് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നോട്ട്സ് ആയിരുന്നു. ഞാൻ ആദ്യം എന്റെ രീതിയിൽ പഠിക്കാൻ നോക്കി, നോട്ട്സ് കളക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് പല ബ്രാഞ്ചുകളുടെ ആയത് കാരണം നോട്ട്സ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ പിന്നെയാണ് ഞാൻ ഏണസ്റ്റ് അക്കാഡമി ആയിട്ട് കോണ്ടാക്ട് വരുന്നതും അവര് എനിക്ക് അവരുടെ നോട്ട്സ് ഒക്കെ അയച്ചു തരുന്നതും അങ്ങനെ എനിക്കത് ഹെൽപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഇപ്പൊ ആ പ്രശ്നം വരുന്നില്ല. ഇപ്പൊ ഓൺലൈൻ നമുക്ക് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ എല്ലാ നോട്ട്സും നമുക്കിപ്പോ കിട്ടുന്നുണ്ട്. ഇപ്പൊ എല്ലാ ബ്രാഞ്ചിനെയും കൂടെ പഠിക്കുന്നത് കാരണം ആ ഒരു നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കേണ്ടി വരും എല്ലാ ബ്രാഞ്ചുകളെയും നമുക്ക് ക്വസ്റ്റ്യൻസിന് അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി എന്തായാലും കിട്ടും. സാർ, അതുപോലെ ഇപ്പൊ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് ഈ ഡിസംബറിൽ എക്സ്പയർ ആവും. അപ്പൊ നോട്ടിഫിക്കേഷൻ ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഈ IOയുടെ. അപ്പം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാണോ പഠനം സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ടോ? നമുക്കറിയാം കറക്റ്റ് ആയിട്ട് എപ്പോഴാണ് എക്സോസ്റ്റ് ആവാൻ പോകുന്നത് നമുക്കറിയാം. ഈ വർഷം അവസാനത്തോടു കൂടി റാങ്ക് ലിസ്റ്റ് എക്സോസ്റ്റ് ആവാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ സമയത്തെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ബെറ്റർ ആണ്. ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്നത് നടക്കത്തില്ല. നേരത്തെയൊക്കെ ആണെങ്കിൽ പറ്റുമായിരുന്നു, ഇപ്പൊ അങ്ങനെയല്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചു പോയില്ലെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ
നമ്മൾ ലാസ്റ്റ് മൊമെന്റിൽ വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റത്തില്ലെന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും റാങ്ക് ലിസ്റ്റ് വരാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സാർ. സാർ അതുപോലെ ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ, ഈ IU എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ടുള്ള എന്തെങ്കിലും ടിപ്സ്, എക്സാം പ്രിപ്പറേഷൻ ടൈമിൽ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും ടിപ്സ് സാറിന്റെ ഭാഗത്തുനിന്ന് സാറിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ പറയാമോ? ടിപ്സ് ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നും നമുക്ക് എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റ് ബ്രാഞ്ചിലുള്ള മെക്കാനിക്കിന്റെ, ഞാൻ പഠിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. മറ്റേ ബ്രാഞ്ചിലുള്ള സബ്ജക്റ്റുകളിൽ കൂടെ നമുക്ക് അതേ ഇമ്പോർട്ടൻസ് കൊടുക്കുക. മെക്കാനിക്കലിനകത്ത് കഴിഞ്ഞ തവണ വന്ന സമയത്ത് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും കൂടെ കമ്പൈൻഡ് ആയിട്ടായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പോൾ നമ്മൾ ഒരു സബ്ജക്റ്റിന് ചിലപ്പോൾ വെയിറ്റേജ് കൊടുക്കുന്നു, മറ്റേതിന് വെയിറ്റേജ് കൊടുക്കത്തില്ല. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും. എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്കറിയാം എല്ലാ ബ്രാഞ്ചുകളും ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ബ്രാഞ്ച് ചിലപ്പോൾ ഇമ്പോർട്ടൻസ് അല്ല, അതിന് നമ്മൾ കുറച്ചൊന്ന് പ്രിഫറൻസ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രശ്നമായിട്ട് വരും. കഴിഞ്ഞ തവണ വന്ന സമയത്ത് ബാക്കി എല്ലാ ബ്രാഞ്ചുകളുടെയും സബ്ജക്ട് ഈക്വൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സിവിൽ ആയാലും ഇലക്ട്രിക്കൽ ആയാലും കമ്പ്യൂട്ടർ സയൻസിന്റെ എല്ലാം ഈക്വൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മെക്കാനിക്കൽ വന്ന സമയത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിന്റെ ക്വസ്റ്റ്യൻസ് കമ്പൈൻഡ് ആയിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഡിസഡ്വാൻറ്റേജ്, ഇങ്ങനെ സിറ്റുവേഷൻസിൽ ഡിസഡ്വാൻറ്റേജ് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ സബ്ജക്ട്സും ഈക്വൽ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അതിന്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നതായിരിക്കും. കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തീർക്കാൻ പറ്റുന്ന ഒരു സിലബസ് തന്നെയാണ് അല്ലേ? ടൈം ബോണ്ട് ചെയ്ത് തന്നെ സിലബസ്. തീർച്ചയായും നമുക്ക് കറക്റ്റായിട്ട് സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ തീർക്കാൻ പറ്റും. എല്ലാ സബ്ജക്റ്റുകളും ഉള്ളതുകൊണ്ടാണ് നമ്മൾ കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ. അതുപോലെ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്ത് അതിലെ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തതോടെ തീർച്ചയായിട്ടും ബെനിഫിറ്റ്സ് കിട്ടും അല്ലേ സാർ? അപ്പൊ അവരുടെ നെഗറ്റീവ്സ് ഒക്കെ മനസ്സിലാക്കി പഠിക്കാനായിട്ടുള്ള ഒരു. അതെ, കഴിഞ്ഞ വർഷം നമുക്ക്, ഞാൻ അറ്റൻഡ് ചെയ്ത എനിക്ക് ഓർമ്മയുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതേപോലെ പലതും വന്നിട്ടുണ്ടായിരുന്നു. ഈവൻ ഓപ്ഷൻസ് പോലും ചേഞ്ച് ചെയ്യാതെ തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിനൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് സെയിം അതേപോലെ വന്നിട്ടുണ്ട്. അപ്പൊ അതും നമുക്ക് നോക്കി വെക്കാം. പക്ഷെ അത് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. നല്ല ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നല്ല നമുക്ക് സബ്ജക്ട് അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ആൻസർ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആ ലെവലിലെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാരും ഒരുപക്ഷെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ട് പോയിട്ട് വരും. അതെല്ലാവർക്കും ആൻസർ ചെയ്യാനും പറ്റും. അപ്പോ നമുക്ക് അതിൽ നിന്നും ബാക്കിയുള്ള ആൾക്കാരുടെ നമ്മൾ സ്റ്റാൻഡ് ഔട്ടിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ കുറച്ച് ഡീപ്പായിട്ടും കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുക. അപ്പൊ നമ്മുടെ റാങ്ക് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ സാർ, താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. സാറിന്റെ ഈ സെഷൻ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തീർച്ചയായും മോട്ടിവേഷൻ തന്നെയായിരിക്കും. താങ്ക് യു സോ മച്ച് സാർ. എല്ലാവർക്കും എല്ലാ ആശംസകളും. കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ലിസ്റ്റിൽ വരാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുള്ളൂ. താങ്ക് യു.